ജാമ്യം ലഭിച്ചിട്ടും ഇന്നലെ ബോച്ചെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇപ്പം പുറത്തേക്ക് പോകണ്ട, ജയിലിൽ തന്നെ തുടരുവാനാണ് താല്പര്യമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം നമുക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടകീയമായ രംഗങ്ങളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ പുറത്തെ ആളുകൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പിന്നെ ഇഷ്യൂ ആകും. ചിലപ്പോൾ ജാമ്യ വ്യവസ്ഥകള് ലംഘനങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകും എന്നുള്ള പേടിച്ചിട്ടാണോ? കാരണം ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട്, പൂമാലയിട്ട് സ്വീകരിച്ച് വലിയ റോഡ് ഷോ നടത്താനൊക്കെ ആയിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇതൊക്കെ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാകുമെന്ന് വിചാരിച്ച് അദ്ദേഹം തന്ത്രപരമായിട്ട് ഒഴിവായതാകാം. പിന്നെ പറയുന്നു, സഹതടവുകാരൊക്കെ ബോണ്ട് പോലും ക്യാഷ് കെട്ടിവെക്കാൻ പറ്റാതെ ഇറങ്ങാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യദാർഢ്യം അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ബോബി ചെമ്മണ്ണൂരിനെ പറ്റി നമുക്കറിയാലോ. അദ്ദേഹം എന്ത് സംഭവം ചെയ്താലും അതൊരു ബിസിനസ് തന്ത്രമായിട്ട് അദ്ദേഹം യൂസ് ചെയ്യാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ കഴിവ്. ഇപ്പൊ എന്താണെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതാണോ എന്ന് പോലും നമ്മൾ ആലോചിച്ചു പോയി. അദ്ദേഹം ഇനി പുറത്തിറങ്ങുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇന്നലെ ആൾ ഇറങ്ങിയിട്ടില്ല. ഇനി പുറത്തിറങ്ങുമെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ തന്നെ തുടരുവാനായിട്ട് തീരുമാനിച്ചത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൽ ഒരു വ്യക്തത അദ്ദേഹം പുറത്ത് വന്നാലേ നമുക്ക് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ആളെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. എങ്ങനെയും ജയിലിന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോൾ ജയിലിനുള്ളിൽ കിടന്നാൽ മതി എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും അദ്ദേഹം ഇന്നലെ ബോണ്ടിൽ ഒപ്പിടാനായിട്ട് തയ്യാറായില്ല ജാമ്യവ്യവസ്ഥയുടെ. അപ്പം അദ്ദേഹം പുറത്തു വന്നാലേ ഇതിന്റെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്നും ഒരു പക്ഷെ ഇറങ്ങിയേക്കാം. അത് ഇനിയും ജയിലിൽ തുടരാനാണ് അദ്ദേഹത്തിന് ആഗ്രഹമൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം, ബോച്ചയുടെ ആ ഒരു ബിസിനസ് തന്ത്രമാണോ അതോ ഇനി വേറെന്തെങ്കിലും സംഭവമാണോ നമുക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.